ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നല്ല അടിപൊളി ബിരിയാണിയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ 1 കിലോ ചിക്കൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകുന്ന പാത്രത്തിലേക്ക് ആ ചിക്കനൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ നമ്മൾ നമ്മുടെ കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ മുളക് പൊടി അങ്ങനെ ഇടാറില്ല. അതുപോലെ തന്നെ ഇച്ചിരി മസാലപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇത്രയും അരച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതും ഞാൻ അങ്ങോട്ട് മാറ്റുവാണേ. അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ വെക്കണം. കുറച്ച് വരഞ്ഞൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പിടിച്ച് നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒരു 20 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുവാണേ. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ മല്ലിയും പുതിനയിലയൊക്കെ ഇട്ട് അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് അരച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ആ മന്തിയുടെയും അൽഫാമിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് ഇതൊക്കെ വറുക്കുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കണം. സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതിട്ട് വറുക്കാതെ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിലൊന്ന് വറുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഒത്തിരി ബിരിയാണി വെക്കാനുള്ള എല്ലാ ഐറ്റംസും ഒന്നും ഇല്ല, എന്നാലും നല്ലൊരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളതൊക്കെ തപ്പിപ്പറക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ജീരകം, പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ എടുത്ത് വെള്ളത്തിലോട്ട് തിളപ്പിക്കാൻ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് അരി എടുക്കാം. അരി നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിയൊക്കെ പെട്ടെന്ന് തിളച്ച് വരും, ചോറൊക്കെ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ നമ്മൾ ഈ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതിലോട്ട് നമ്മുടെ ബിരിയാണി എസൻസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ പറയും, പക്ഷേ ചോറൊന്നും ഒട്ടിപ്പിടിക്കാറില്ല കേട്ടോ. നമ്മൾക്കിപ്പം നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും നെയ്യ് ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ചോറൊന്നും ഒട്ടിപ്പിടിക്കാറൊന്നുമില്ല. നമ്മൾ ഇച്ചിരി അല്പം കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ചോറും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ നാരങ്ങാനീരോ നെയ്യോ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നാരങ്ങാനീരും ചേർക്കുന്നില്ല, നാരങ്ങാനീര് ഒട്ടും ചേർക്കുന്നില്ല. നെയ്യ് പിന്നെ നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ സമയത്ത് നമ്മുടെ ബിരിയാണി എന്ന് വെച്ചാലും വരുന്ന കുറച്ച് കിളികളാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സമയത്ത് എനിക്കൊന്ന് മണം പിടിച്ച് വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ അടുക്കള വാതിക്കേ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ 3-4 എണ്ണം. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ ഓരോന്ന് കുറച്ച് വെച്ച് നമുക്ക് വറുത്ത് പൊരിച്ചെടുക്കാവേ. ഈ സമയത്ത് നമ്മുടെ അരി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെന്തിട്ടില്ല, തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ എസൻസ് ഒഴിച്ച് കൊടുക്കാം. എസൻസ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലൊക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ എസൻസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്ക് ബിരിയാണിയുടെ നല്ല സ്മെല്ല് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരേന്ന് മറിച്ച് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ചിലരൊക്കെ ചിക്കനൊക്കെ വറുക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് വറുക്കത്തില്ല, പക്ഷെ ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വേവിച്ച് തന്നെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് അരി അങ്ങോട്ട് അടച്ചിടാം. ഇത് അടച്ചിട്ടതിന് ശേഷം നമ്മൾ വെള്ളമെല്ലാം വാർന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബിരിയാണിയുടെ ആ പ്രോസസ്സ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സലാഡിനുള്ളതൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കുംബറും തൈരും അതുപോലെ തന്നെ പച്ചമുളകും സവാളയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്, ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയ്ക്ക് വേറെ നെയ്യാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ
നമ്മുടെ നേരത്തെ അരച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയും പുതിനയൊക്കെ അരച്ച് വെച്ചതും ചേർത്ത് പിന്നെ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞു വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മല്ലിയും പുതിനയും എപ്പോഴും ബിരിയാണി വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനമായിരുന്നു, ഇപ്പം നല്ല ഇഷ്ടവുമാണ്, ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. കുറച്ച് നേരം കൂടുതൽ നേരം ഇട്ട് പുരട്ടിയെടുക്കുക. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ലേശം പോലും ചേർത്തിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്കാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ബിരിയാണിയുടെ എസൻസ് നമ്മൾ ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരി നമ്മുടെ ഈ മുന്തിരി ഇരിപ്പുള്ളതുകൊണ്ട് മുന്തിരിയും ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ചെറിയ രീതിയിലൊരു കളറും ചേർത്ത്, ഒരു ലേശം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുത്തു. ഇനി നമുക്കിത് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. അപ്പം നമ്മളിത് എടുക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി എന്ന് വെച്ചാൽ അടിപൊളി ബിരിയാണി തന്നെ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പം ചിക്കൻ വറുക്കുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ മല്ലിയും പുതിനയും തൈരും കൂടെ ചേർത്ത് അരച്ച് ആ ഒരു ഗ്രേവിയിൽ നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിരിയാണി സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.